വെൽക്കം ബാക്ക് ടു ദേവാസ് മമ്മ. ഇനി നമുക്കൊരു സ്റ്റീമഡ് പാസ്ത റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാമേ. അതിന് ആദ്യം ഒരു ഇഡലിക്കുട്ടു ഇങ്ങനെ എടുത്ത് അതിനകത്തോട്ട് കുറച്ച് വെള്ളം എടുത്ത് കുറച്ച് പാസ്തയും തട്ടിയിടണേ. അതിനുശേഷം അതിനകത്തോട്ട് കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇഡലി തട്ടിലായിട്ട് ഇതുപോലെ ക്യാപ്സിക്കവും ഉള്ളിയും ക്യാരറ്റ് തക്കാളി ഇങ്ങനെ കുനുകുന അരിഞ്ഞ് ആദ്യത്തെ 2 തട്ടിൽ വയ്ക്കണേ. അത് കഴിഞ്ഞ് ഒരു തക്കാളിയും ഒരു ഉള്ളി വലുതായിട്ട് അരിഞ്ഞതും കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ഗാർലിക്കും അതുപോലെ തന്നെ 2 വറ്റൽമുളകും എടുത്ത് ആ മേലത്തട്ടിലും വെച്ചിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണേ. അത് നല്ല സ്റ്റീമായി വരുമ്പോഴത്തേക്ക് അതെടുത്ത് പുറത്തോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു പാൻ എടുത്ത് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് അത് നല്ല ചൂടായി വരുമ്പോഴത്തേക്കും ഈ താഴത്തെ 2 തട്ടിലും വെച്ച കുനുകുന അരിഞ്ഞ ആ തക്കാളിയും ക്യാരറ്റും ക്യാപ്സിക്കവും ഉള്ളിയെല്ലാം കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ബട്ടറിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കണേ. എന്നിട്ട് നമ്മൾ ആ മേളിൽ തട്ടിൽ വെച്ച് ആ സ്റ്റീം ചെയ്തെടുത്ത തക്കാളിയും അതുപോലെ തന്നെ കാഷ്യൂനട്ട്, വെളുത്തുള്ളി, വറ്റൽമുളക്, ഉള്ളി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിനകത്തെടുത്ത് ഇട്ടിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുത്ത ശേഷം ആ വഴറ്റി വെച്ചേക്കുന്ന സംഭവത്തിലോട്ട് ഈ പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണേ. അത് നല്ല രീതിയിൽ മിക്സായി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു 3 സ്ലൈസ് ചീസ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മെൽറ്റ് ആകുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം നല്ല മിക്സായി പേസ്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ നല്ല മിക്സായി വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ആ വെന്ത് വന്ന ആ ഒരു പാസ്തയും കൂടെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റീംഡ് പാസ്ത റെസിപ്പി റെഡിയായി കേട്ടോ. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവൻ്റെ എക്സ്പ്രസ് ചെയ്താണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.